ഗുരുവായൂരിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. നെന്മിനി മന്നം സ്മാരക റോഡിൽ മണ്ണിൽ താഴ്ന്ന മിനിലോറി 6 മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാസർകോട് നിന്ന് വെട്ടുകല്ലുമായി എത്തിയ മിനിലോറിയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ റോഡിൽ താഴ്ന്നത്. സമീപത്തെ വീട് നിർമ്മാണത്തിനായി കല്ലുമായി എത്തിയ ലോറി വളവ് തിരിയുന്നതിനിടെ പിൻചക്രം റോഡരികിലെ മണ്ണിൽ താഴുകയായിരുന്നു. ലോറി റോഡിന് കുറുകെയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ലോറിയിലുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ഇറക്കിയ ശേഷം മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച് വൈകിട്ട് 6 മണിയോടെയാണ് വാഹനം റോഡിൽ നിന്നും നീക്കിയത്. അതുവരെ ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് വെട്ടിപ്പൊളിച്ചതിന് പിന്നാലെ മണ്ണിട്ട് മൂടിയെങ്കിലും ആവശ്യമായ രീതിയിൽ ഉറപ്പിക്കുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്യാത്തതാണ് വാഹനങ്ങൾ താഴാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ റോഡിൽ വാഹനങ്ങൾ മണ്ണിൽ താഴുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. നിരവധി തവണ നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. മുനിസിപ്പാലിറ്റി 8-ാം വാർഡിലെ മന്നം റോഡിലെ ഇതാണ് സ്ഥിരമായി സ്കൂൾ വണ്ടി സ്ഥിരമായി 2 ആഴ്ച മുമ്പ് ഒരു സ്കൂൾ വണ്ടി താന്നു. ഒരു 3 കാറുകൾ ഇതേമാതിരി താന്നു. ഒരിക്കൽ മെമ്പറോട് ചോദിച്ചറിയാനാണ് വിവരങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ യാതൊരു സാധനം നടക്കില്ല. ഇത് സ്ഥിരം വന്ന് രാത്രിയൊക്കെ ഈ വണ്ടികൾ താഴാണ്. യാതൊരു പ്രതികരണവും ഇല്ല. വളരെ അനാസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.